إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അശ്ശുഅറാ 164 65 66 വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കുമ്പോൾ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയോട് ലൂത്ത് നബി അലൈഹിസ്സലാം അദ്ദേഹം സതുപദേശം നൽകുന്ന കാര്യങ്ങളാണ് ഇത് വിശദീകരിക്കുന്നത്. വമാ അസ്അലുക്കും, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല, അലൈഹി അതിന്മേൽ എന്ന് പറഞ്ഞാൽ ഈ പ്രബോധന പ്രവർത്തനങ്ങളുടെ മേൽ, ഈ സതുപദേശത്തിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. മിൻ അജ്രിൻ, ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ എന്നുള്ള പ്രതിഫലമല്ലാതെ വേറൊന്നും ഞാൻ കാംക്ഷിക്കുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ തേടുന്നില്ല എന്ന് ലൂത്ത് നബി അലൈഹിസ്സലാം തന്റെ സ്വജനങ്ങളോട് തുറന്നു പറയുകയാണ്. ഞാൻ എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ ധനം തട്ടിയെടുക്കാൻ വന്നവനല്ല, ഞാൻ നിങ്ങൾക്ക് സതുപദേശം നൽകാൻ വന്നതാണ്, നസീഹത്ത് ചെയ്യാൻ വന്നതാണെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുകയാണ്, അത്തഅ്തൂന, നിങ്ങൾ സമീപിക്കുകയാണോ, നിങ്ങൾ ചെല്ലുകയാണോ, ദുക്റാന, പുരുഷന്മാരുടെ അടുത്തേക്ക് ചെല്ലുകയാണോ, മിനൽ ആലമീൻ, ലോകരിൽ നിന്നും എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്നും നിങ്ങൾ ആ പുരുഷന്മാരെ സമീപിക്കുകയാണോ, നിങ്ങളുടെ കാമപൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ പുരുഷന്മാരെ സമീപിക്കുകയാണോ, നിങ്ങൾ സ്ത്രീയുടെ അടുത്തേക്ക്, നിങ്ങളുടെ ഭാര്യമാരുടെ അടുത്തേക്ക് ചെല്ലേണ്ടതിന് പകരം നിങ്ങൾ പുരുഷന്മാരുടെ അടുത്തേക്കാണ് നിങ്ങൾ ചെല്ലുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്നത്. വത്തദറൂന, നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ വിട്ടുകളയുന്നു, മാ ഖലഖലക്കും റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച, മിൻ അസ്വാജിക്കും, നിങ്ങളുടെ ഇണകളിൽ നിന്നും ഭാര്യമാരിൽ നിന്നും, നിങ്ങളുടെ ഭാര്യമാരെ വിട്ടുകൊണ്ടാണ് നിങ്ങൾ ആ പുരുഷന്മാരുടെ അടുത്തേക്ക് നിങ്ങൾ വ്യഭിചാരത്തിന് വേണ്ടി ചെല്ലുന്നത്. അത് അങ്ങേയറ്റം കഠോരമായ പ്രവൃത്തിയാണ്. നിങ്ങൾ എന്താണത് ഉപേക്ഷിക്കാത്തത്, നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാത്തത് എന്താണ്? ലൂത്ത് നബി അലൈഹിസ്സലാം അവരോട് ചോദിക്കുകയാണ്. ബൽ അൻതും, പക്ഷേ അൻതും നിങ്ങൾ ഖൗമുൻ ആദൂൻ, അതിൽ വിട്ട ഒരു ജനതയാകുന്നു എന്നാണ് ലൂത്ത് നബി അലൈഹിസ്സലാം പറയുന്നത്. ഈ രൂപത്തിൽ അതികഠിനമായ വ്യഭിചാരത്തിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച രൂപത്തിലുള്ള ഒരു ജനതയായിരുന്നു ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത. അവരെയാണ് അള്ളാഹുവിന്റെ റസൂൽ കൃത്യമായ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നത്. അതാണ് ഇതിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.